എന്റെ ചോദ്യം, ശബരിയും ഗോകുലും എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോവാത്തത്? ഗോ. ഇതിന് 2 മാർക്കുണ്ടേ. പോവാൻ താല്പര്യമില്ല. ഇതിന്റെ റീസൺ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പേഴ്സണലി ഫീൽ ഇപ്പൊ അതിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ആഴ്ചയൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇങ്ങനെ പിടിച്ചാ ബ്രോ എന്തൊക്കെയുണ്ട് സുഖാണല്ലേ, ഓ ചേച്ചി അമ്മേ അനിയത്തി എല്ലാം. പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയൊക്കെയാണെങ്കിലും നമുക്ക് തോന്നും ഇവിടെ ഉള്ള ആരും നമ്മളെ നോക്കുന്നില്ല, നമ്മൾ നമ്മുടെ സെൽഫായിട്ട് മാറും. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടാത്തൊരു മനുഷ്യനാണ്. അപ്പം ഐ പേഴ്സണലി ഡോണ്ട് വോണ്ട് മൈ എന്താ പറയുക പേഴ്സണൽ ലൈഫ് ടു ബി ഷോൺ അത്രയ്ക്ക് എന്നെ തന്നെ കാണിക്കാൻ അല്ലെങ്കിൽ കാണിച്ച്. ഇതിന് 2 വശങ്ങളുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഓ അടിപൊളിയായിരുന്നു, പക്ഷേ ഇറ്റ് ക്യാൻ ഗോ ദി അതർ വേ ഓൾസോ. ആൾക്കാർ ഇത്രയും വൃത്തികെട്ടൊരു തെണ്ടിയാണ് അതിനകത്ത് കയറി ഇതൊക്കെ ചെയ്തത് എന്ന് ഇവന്റെ റീൽസ് നമ്മൾ എന്തിനു കാണണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സർവൈവൽ ഇല്ല. ശബരിയുടെ അടുത്ത് ഇപ്പം ബിഗ് ബോസിൽ വിളിച്ചിട്ട് ശബരിയുടെ അടുത്ത് പറയാണ് നീ കണ്ടസ്റ്റന്റ് ആവണ്ട, നീ ഇത് ഹോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ശബരി ഏത് ചൂസ് ചെയ്യും? കണ്ടസ്റ്റന്റ് ആവുന്ന ചൂസ് ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞ ഞാൻ പറയും ഓക്കെ മോനെ. ശരി, ഇനി അടുത്ത റിയൽ ക്വസ്റ്റ്യൻ, പോവൂലേ? പോവെങ്കിൽ എന്തുകൊണ്ട്? ഹോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഡബിൾ ഓക്കെ. അല്ല, കണ്ടസ്റ്റന്റ് ആയിട്ട് ഇത് ഹോസ്റ്റ് ചെയ്യൽ ഭയങ്കര സീൻ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഡ്രൈ കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കും. കാരണം ഒരാൾ രാവിലെ എണീറ്റ് കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ സീരിയലിന് അറ്റ്ലീസ്റ്റ് ആരെയിലൊക്കെ വിഷം കലക്കി കൊല്ലാം, ബ്രേക്ക് ഒക്കെ ഇടാം. ഇതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഡ്രൈ കണ്ടന്റ് ആയിട്ടാണ്. കാരണം ഞാൻ എപ്പോൾ കാണുകയാണെങ്കിലും അവനെ പിച്ച് നമ്മളെന്ത് വേണം ആ ഒരു വൈബിൽ, അല്ലെങ്കിൽ ഇവർ അവനെ ഏണി പിടിച്ചു നമുക്ക് എന്ത് വേണം എന്നുള്ളൊരു വൈബിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് ബേസിക്കലി ഇതിനെ ഒന്ന് കൊണ്ടുപോകണ്ടേ. ഇപ്പം ഞാൻ വിജയ് സേതുപതിയുടെ ഒക്കെ റീസെന്റ് കണ്ടപ്പം പുള്ളിയുടെ വേറൊരു ക്യാരക്ടർ തന്നെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഉള്ളൊരു മക്കൾ സെൽവൻ എന്നൊക്കെ പറഞ്ഞൊരു പേഴ്സോണയും ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മോനെ വിജയ് സേതുപതി ഇങ്ങനെ ഞാൻ കുറച്ച് ക്ലിപ്സേ കണ്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ഇനി കണ്ടസ്റ്റന്റ് ആയിട്ട് പോവാൻ ഡിപ്പെൻഡിങ് ഓൺ ദ മണി. വെരി ട്രൂത്ത്ഫുൾ ആൻസർ, സ്ട്രേറ്റ് ടു ദ പോയിന്റ്. എത്രയും ബ്ലണ്ട് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പൈസ തന്നാൽ ഞാൻ വരും, ഒന്നും നല്ല പൈസ വെറുതെ പൈസ അല്ല. എത്ര പൈസ തന്നാലും ഞാൻ വീണ്ടും ആലോചിക്കുന്ന മേജർ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകണം എന്നുള്ളൊരു സീനുണ്ട്. ഉള്ളത് പറയാലോ, എന്നെ അറിയാവുന്നവർക്കറിയാം. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയി വീട്ടിലെ ഭക്ഷണം കഴിക്കണം. ഇത് മറ്റേ സിനിമയിലെ സീൻ പോലെ ആവട്ടെ, മറ്റേ കള്ളു കുടിക്കാൻ കൊണ്ടുപോയിട്ട് എനിക്ക് അമ്മയെ കാണണം, വീട്ടിൽ പോകണമെന്നാ എന്ത് ഇവിടെ വന്നിട്ട്. ബാക്കി ഈ ഗെയിമൊക്കെ ഞാൻ കളിക്കൂല, ഞാൻ വല്ല മൂലക്കൊക്കെ ഇരുന്നോളാം. പക്ഷെ എന്നാൽ പോലും 2-3 ദിവസം കഴിയുമ്പോൾ ആദ്യം മറ്റേ ഈ സ്ഥിരം ബിഗ് ബോസിൽ ഒരാൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ കോളൊക്കെ ഒന്ന് കരയില്ലേ, അതൊക്കെ എനിക്ക് ആദ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്താണ് ഇത്ര സീനൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനെങ്ങാനും പോയിരുന്നെങ്കിൽ ഞാൻ 1-ാമത്തെ ദിവസം കരഞ്ഞേനെ. എന്തിനാണ് 3 ദിവസം? ശബരിയുടെ ഒക്കെ ആയിരിക്കും മറ്റേ സ്ലോ മോഷൻ ക്ലിപ്സ് ഒക്കെ മറ്റേ അവര് വിടാൻ പോകുന്നത്, മറ്റേ അതിന്റെ ടീസർ വിടില്ലേ എപ്പിസോഡിന്റെ. ശബരി ഇങ്ങനെ കരയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം മാത്രമേ പോകുള്ളൂ, അവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഈ തെണ്ടി കരയുന്നതെന്ന് വൈകിട്ട് കാണുന്നത്. പുതിയൊരു സ്റ്റാറിന്റെ സ്റ്റാർ. എനിക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ജംഗ്ഷനിലൂടെ നടക്കുക, ഈ ബ്ലോക്ക് കാണുക. ഞാൻ ബ്ലോക്കിൽ പെടുകയെന്നല്ല, ഞാൻ മെട്രോ പോകുമ്പോൾ ഇങ്ങനെ നല്ല ബ്ലോക്ക്, അങ്ങനെ വല്ലാത്ത കൗതുകങ്ങൾ. ബ്ലോക്ക് കാണുക, ഇങ്ങനെ വെറുതെ കുറച്ച് ഫുഡൊക്കെ അടിക്കുക, രാത്രിയാകുമ്പോൾ തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുക. ഇവിടെ ഇങ്ങനെ അലാറം വെച്ച പോലെയൊക്കെ ഇറങ്ങിയാണ്. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പൈസ പൈസ എന്നെ എപ്പോഴും സ്വാധീനിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പൈസ എന്ന വാക്ക് പറഞ്ഞ ശബരിക്ക് അതാ കൊടുത്തിരിക്കുന്നു. ഈ റീസെന്റ് പണി സിനിമ കണ്ടിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇറങ്ങുമ്പോൾ മറ്റേ ജുനൈസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജുനൈസിനൊക്കെ പറയുന്നത് കുറച്ചു നേരം മുമ്പ് ഒന്നിനും അടിച്ചതിനെ കൊന്നേന് ഓഡിയൻസ് തിയേറ്റർ വിസിറ്റിന് പോയേക്കുക, സാഗറും ജുനൈസും. അപ്പം എനിക്കൊന്ന് സീരിയലില് കുറെ നാള് ഉള്ളതിൽ എനിക്ക് മേജറായിട്ട് തോന്നി ഈ ക്യാരക്ടർ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആക്ടേഴ്സിന് ഇതല്ലാതെ വേറൊരു പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തിമാൻ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മനസ്സിൽ ഗംഗാധർ. ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ്, എന്റെ അച്ഛനൊക്കെ ഈ അയ്യപ്പനായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ, സ്വാമി അയ്യപ്പൻ. ഈ മിത്തോളജി വരുമ്പോഴാണ് ഇതിന്റെ ട്വിസ്റ്റ് വരിക. കാരണം പുള്ളി ഇത് തുടങ്ങുമ്പോ മറ്റൊരു പാട്ടൊക്കെ ഉണ്ട്, തീം സോങ്ങിലൊക്കെ ശബരിമല യേശുദാസൊക്കെ പാടിയ ഒരു വലിയ കിടലും പാട്ടാണ്. ആ അയ്യപ്പൻ സീരിയൽ ഭയങ്കര അങ്ങ് എല്ലാരും ഏറ്റെടുത്തു ആ ക്യാരക്ടറിനൊക്കെ. അതിന് പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്താലും അതിന് അയ്യപ്പൻ എന്നുള്ള ആൾക്കാർക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സിമിലർ തോന്നി ഇതുപോലെ. എനിക്ക് കടമറ്റത്ത് കത്തനാറിനെ എനിക്ക് ഇതുപോലെ പുള്ളിക്കാരൻ ഞാൻ വേറെ എന്തിനൊക്കെ ഒരു നാട്ടുകാരനായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കത്തനാരൻ അയ്യോ ഒഴിപ്പിക്കാം.
അപ്പൊ എനിക്കത് വേറെ ഒന്നുമായിട്ട് എനിക്ക് പ്ലേസ് ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടില്ല ആ പുള്ളിക്കാരനെ. കാരണം അത്രയ്ക്ക് അങ്ങ് കത്തനാർ ഓ പാട്ട് മിത്തോളജി ക്യാരക്ടറൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യും? ഞാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനിത് എവിടെ വന്നേ എനിക്ക് ഞങ്ങളുടെ ആർട്ട് മാഡം ഓഡിഷന് വിളിച്ചേക്ക അർജുനന്റെ റോളിന്. ഞാൻ പോയി ഈ ബോഡി വെച്ചുണ്ട് അടുത്ത അർജുനൻ എന്ന് പറഞ്ഞിട്ട്. എന്റെ അഭിനയം കണ്ടിട്ടാണോ അതോ എന്താണെന്ന് അറിയില്ല, ഞാൻ ചെയ്തു. പുള്ളിക്കാരി കൊള്ളാൻ മോനെ സെലക്ട് ആയിട്ടുണ്ട് മാറി എന്ന് പറഞ്ഞു. റിഹേഴ്സലിന് വന്നപ്പോ ഞാൻ സഹദേവൻ. അപ്പൊ വിഷ്ണു ചോദിച്ചില്ലേ അല്ല ടീച്ചർ എന്നെ അർജുനന്റെ റോളിലായിരുന്നു? അർജുനൻ നല്ല ബിൽട്ട് ആയിട്ടുള്ള ഒരു പയ്യൻ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. നകുലനും സഹദേവനും ഷർട്ടില്ല. ആനുവൽ ഡേക്ക് ഞങ്ങള് ഹാഫ് നേക്കഡ്, ആകെയുള്ള ഡയലോഗ് ഓർഹം നകുൽ സഹദേവ് കഴിഞ്ഞ് കട്ട്. ബ്രോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. സ്കൂളിൽ പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള സ്കിറ്റുകളൊക്കെ ഒരുപാട് മറ്റേ നോർമൽ സാധനങ്ങൾ. സ്കൂളിൽ ഒരു ആക്റ്റീവായിട്ട് ഞാൻ പണ്ട് വളരെ ആക്റ്റീവായിട്ട് ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നില്ല അമ്മ, ഞാൻ വേറെ സ്കൂളിലായിരുന്നു. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ലൈക്ക് ഞാൻ ആക്ച്വലി 2ാം ക്ലാസ്സിൽ ഞാൻ ഒരു നാടകത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഈ ലിറ്റിൽ റെഡ് റൈഡിംഗ് വുഡ് എന്ന് പറഞ്ഞൊരു ഒരു പുള്ളിക്കാരി ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരി എന്തെന്ന് പറഞ്ഞാൽ ബെറീസ് ഇങ്ങനെ പറക്കിയിടും, എന്നിട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പൊ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു 8 കരടികൾ ഉണ്ടായിരുന്നു. ഒരു കരടി ഞാനായിരുന്നു. അപ്പൊ ഈ സ്റ്റേജിൽ ഒരുപാട് കരടികൾ ഇങ്ങനെ ഫുൾ വേഷമായിട്ട് ഇങ്ങനെ നിൽക്കും. 2ാം ക്ലാസ് ഉണ്ട് ഓർക്കണം. ഇത് എന്നെ കാണാൻ വന്ന വീട്ടിൽ നിന്ന് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ, അമ്മൂമ്മ, ചിറ്റപ്പൻ, അമ്മ, അച്ഛൻ, അങ്ങനെ വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അന്ന് അമ്മ ചോദിച്ചാൽ നീയാണെന്ന് നമുക്ക് എങ്ങനെ അറിയും? അന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് ഒരു കരടി മാത്രം ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എന്റെ അപ്പൂപ്പൻ ഇങ്ങനെ ശബരി നേരത്തെ പറഞ്ഞത് ലൈവല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കരടി മാത്രം ഇങ്ങനെയാണ് അത് ഞാനായിരുന്നു. ഇറ്റ്സ് വെരി ഫൺ. നല്ല രസമായിരുന്നു ഡയലോഗ് പഠിക്കുക എന്നുള്ളതും. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നേക്കാളും പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ പോണതായിരുന്നല്ലോ. പിന്നെ ഒരു സ്റ്റേജ് വന്ന സമയത്ത് പിന്നെ ഈ സ്കിറ്റും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ എലക്യൂഷൻസ് അങ്ങനത്തെ കുറച്ച് മത്സരങ്ങൾക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ശബരി ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടി ചെയ്യാൻ. ഇപ്പൊ ഞാൻ റീസെന്റ് ഓണത്തിന് മഹാബലിയുടെ ഞാൻ ഒരു റീൽ ഞാൻ ചെയ്യണം. എല്ലാം സെറ്റൊക്കെ മേടിച്ച് എല്ലാം വെച്ച് ഒരു റീൽ ചെയ്തിരുന്നു. അപ്പൊ അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഈ പറഞ്ഞതുപോലെ ആ റീൽ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ആൾക്കാർ ഇതെന്താ ഈ വേഷം എന്ന് പറഞ്ഞ് ആൾക്കാരെ റീൽ കണ്ടു തുടങ്ങി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇൻട്രീഗ് ചെയ്തു. അപ്പൊ അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ മടിയില്ല, എനിക്ക് ഇഷ്ടമാണ്. അത് ദാറ്റ് വിൽ ബി ഫൺ എന്ന് തോന്നുന്നു. എനിക്ക് സ്കൂളിൽ ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം അതുകൊണ്ടല്ല, ഞാൻ പൊതുവെ അങ്ങനെ ആൾക്ക് പ്രതീക്ഷയില്ലാത്തൊരു പയ്യനാണ് നമ്മൾ. കാരണം അവർക്ക് ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ലാത്തതുകൊണ്ട് പൊതുവെ ചെറിയൊരു ഇൻട്രോവേർട്ട്. അമ്മയുടെ ഒരു ടീച്ചർ പറഞ്ഞ് മോനെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, അവൻ അന്നേ പറയില്ല. കാരണം അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ജ്വാലയ സീരിയലിനെ പറ്റി നമ്മൾ പറഞ്ഞു. പോയിന്റ് ഉണ്ട്. ഇപ്പൊ 2-1 ആണ്, നീ 0 ആണ്. ജ്വാലയ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നിങ്ങൾക്ക് ഇച്ചിരി അറിയാവുന്ന ഒരു ആളായിരിക്കും. ഇപ്പൊ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാ? ഇപ്പൊ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാ. അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി കമ്പനി അല്ല, അന്ന് മെഗാ ബൈറ്റ്സ് എന്നാണ് ആ പ്രൊഡക്ഷന്റെ പേര്. ഇനി മമ്മൂക്കയുടെ ബ്രദർ ഇബ്രാഹിം കുട്ടി അതില് റോള് ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊരു മേജർ ആക്ടർ, ജ്വാലയിലെ മേജർ ആക്ടർ നെടുമുടി വേണുവാണ്. അന്ന് നെടുമുടി വേണുവിനൊക്കെ ഒരു ക്രിറ്റിസിസം തന്നെ ഉണ്ടായി, ഈ സീരിയൽ കണ്ട ആളുകൾ സിനിമയിലേക്ക് പോകുന്നില്ലെന്ന്. ഇതില് കുറച്ച് ആളുകളുടെ ഫോട്ടോ കാണിക്കും, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ. ഇവരുടെ ആക്ച്വൽ നെയിം പറയണം. ടാസ്ക് ആയിരിക്കും തിരിച്ച്. എനിക്ക് ടാസ്ക് ആയിരിക്കട്ടോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുള്ളി ആക്റ്റീവാണ്. കിഡിലൻ ക്രിയേറ്ററാണ്. കിഡിലൻ ക്രിയേറ്ററാണ്. ഈ കഴിഞ്ഞ മാറ്റുന്നില്ല, അതിൽ പേരിട്ട്. അയ്യോ ഇതെനിക്ക് അറിയാം. ഇവരെ അത്യാവശ്യം എല്ലാ സീരിയലും ഇപ്പൊ സിനിമകളിലും ഉണ്ട്. അതെ. ശാലിനി, അഞ്ജു അരവിന്ദ്. അരവിന്ദ്. ഇനി ഇത് കാണിക്കുക. ഇത് എല്ലാവർക്കും കുറച്ച് ഇത് ഗസ് ചെയ്യണം കേട്ടോ. എടാ ഇയാള് അദ്ദേഹം ജ്വാലയിലുണ്ട്. ഇയാളെ മിക്ക എല്ലാ സീരിയലും ഓൾമോസ്റ്റ് എല്ലാ സീരിയലിലും ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ നല്ല റോളേ ചെയ്യുള്ളൂ. അതെ, നെഗറ്റീവ് റോള് കൊടുക്കൂല ഇയാൾക്ക്. അദ്ദേഹത്തിന്റെ പേര് മുകുന്ദൻ ഉണ്ണി എന്നാണ്. ഞാൻ ഈ ജ്വാല റിസർച്ച് ചെയ്തപ്പോ ഉണ്ണി മുകുന്ദൻ എന്നവർ എഴുതിയത്. അപ്പൊ ഞാൻ ഓർത്ത് ഉണ്ണി മുകുന്ദൻ ജ്വാലയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാൽ അത് കിട്ടുന്ന ഫാക്ട് ആയിരിക്കുമല്ലോ. ഞാൻ ഓർത്ത് ഞാൻ എന്നിട്ട് കുറെ സെർച്ച് ചെയ്തു, ഉണ്ണി മുകുന്ദൻ ജ്വാല എവിടെയും കണ്ടില്ല. പക്ഷെ ഇദ്ദേഹമാണ്, മുകുന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇല്ല മുകുന്ദൻ പേര് മാറ്റി അവര് എഴുതി. ഇനി ലാസ്റ്റ് ഇത് പറയണം കേട്ടോ എല്ലാരും. ഇത് അമൃത.
അവളുടെ പേര് എനിക്ക് ആക്ച്വലി പേര് എന്തായിരുന്നു പുള്ളിക്കാരുടെ? മേഘാ വിൻസി. മേഘാ വിൻസി. പുള്ളിക്കാരി ഇപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ കട്ട്ലറ്റ് അകത്തിരിപ്പുണ്ട്. ഇനി കട്ട്ലറ്റ്, ഇത് ലവ് കട്ട്ലറ്റ് ലോഗോ 2 സെക്കൻഡ് കാണിച്ചില്ലെങ്കിൽ ഓണർ തന്നെ ബ്രാൻഡ് പ്ലേസ്മെന്റ് മാറുമെന്നുള്ളത് ഫ്ലേവർ തുറന്നു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ എല്ലാ എപ്പിസോഡിലും ഇതേപോലെ ആചാരങ്ങൾ തുടരാനായി. ഇത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, 0th എപ്പിസോഡിൽ എന്താണ് കഴിച്ചതെന്ന് ഇതിൽ കമന്റ് ചെയ്യാൻ ആൾക്ക് ഒരു പോയിന്റ്. 0th എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ എപ്പിസോഡിന് പേരില്ലാത്ത എപ്പിസോഡ് കണ്ടവർ അവന്റെ അതില് ലാസ്റ്റ് ഒരു സാധനം ഉണ്ട്, അത് കമന്റ് അടിക്കാൻ. ഏതാ ഫ്ലേവർ എന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയാം? നോ, ഇങ്ങനെ നോക്കൂ. ഇതാണ് ലവ് കട്ട്. എനിക്ക് ഇപ്പോഴത്തേക്ക് ഡേറ്റ്സ് പോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഡേറ്റ്സ് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെ. അങ്ങനെ ഇന്നോവേറ്റീവ്. പിന്നെ കാന്താരി ഇഷ്ടമാണ്. എരിവ് ഇഷ്ടമാണോ? എരിവും മധുരം. ഇപ്പൊ കുറച്ചാണ് വളരെ കൂടുതൽ മധുരം കൺസ്യൂം ചെയ്യുന്ന ആളാണ്. ലൈക്ക് ആസിന് എല്ലാം ജിലേബി, ലഡു. ഞാൻ അങ്ങനത്തെ മധുരം, ഐസ്ക്രീം ഇതേപോലത്തെ ചെറിയ ചെറിയ മധുരം. ജിലേബി സ്വീറ്റ്സ് ഇല്ല. ഓ, സ്വീറ്റ്സ് ഇല്ല. അപ്പം നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അതോടൊപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എല്ലാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ചോദിക്കുന്നില്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഈ സ്പേസിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ഗൈസ് അല്ലേ, ഇനി എന്തൊക്കെയായിരിക്കും കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഫ്യൂച്ചർ? ഈ ചോദ്യം ഞാൻ പറയാൻ ഐ റിയലി ബിലീവ് ഇപ്പം വാട്ട് വി ഡൂയിങ് ദിസ് തിങ് മൈറ്റ് ബി എ ഫ്യൂച്ചർ. കാരണം ഇങ്ങനത്തെ കുറേ ടോക്ക് ഷോസ് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് കഴിക്കും വെച്ചാണ് കട്ടര് മേടിച്ചെന്തുകൊണ്ടല്ലാണ് പറഞ്ഞത്. ദാറ്റ് ഐ ബിലീവ് ഇസ് ദ ഫ്യൂച്ചർ. കുറച്ചുകൂടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ കുറച്ചുകൂടെ അതിന് സെയിം സാധനം കുറച്ച് പാതി വെയിറ്റിംഗ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നെക്സ്റ്റ് എന്താ നമ്മൾ ഇതായിരുന്നോ വരാൻ പോകുന്നതൊക്കെ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഓൾവേസ് ദെയർ. ഒരു പ്രഡിക്റ്റ് ചെയ്യാനുള്ള സാധനം എപ്പോഴും നമുക്കില്ലല്ലോ. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് അങ്ങ് മാഞ്ഞു പോകും, മറഞ്ഞു പോകും എന്നൊക്കെ. പക്ഷേ ഫേസ്ബുക്ക് ഹാസ് ആക്ച്വലി മെയ്ഡ് എ കം ബാക്ക്. ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവർ വീഡിയോ പ്ലാറ്റ്ഫോം ഒന്നും ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് മെയ്ഡ് എ കം ബാക്ക്. അപ്പോൾ അതുപോലെ ചിലപ്പം ഒരുപാട് സാധനങ്ങൾ മാറി മറിയാനുള്ളൊരു നമുക്ക് പറയാനുള്ള റിട്ടേൺ ടു ട്രഡീഷൻസ്. എല്ലാവരും സീരിയൽ കാണാം. അത്രേ ഉള്ളൂ. ഇതിന്റെ അവസാനം നമുക്ക് സീരിയലിന് ആരും കുറ്റം പറയരുത്. സീരിയൽ ഇരുന്ന് കാണാം, ഒരു തെറ്റില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഏതാണെങ്കിൽ അത് കാണാം. അത്ര. Thank you for coming for Folks, Questions and Chronicles. Thank you, man. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. പക്ഷേ എന്നെ ഈ പരിപാടിക്ക് വിളിച്ച ശബരിക്കും വിഷ്ണുവിനും എന്റെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. Welcome to the roast of Folks, Questions and Chronicles.